ഞാനൊരു ദിവസം പെട്ടെന്ന് ദൈവവിശ്വാസിയായതോ ഒന്നുമല്ല. ഇത്രയും കാലം ഇതിനെ മുഴുവൻ ചീത്ത പറഞ്ഞ് നടന്നില്ലേ? നമ്മളെല്ലാം നാശമുള്ളതിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാശമുള്ളതിൻ്റെ കൂടെയാണ്, അതിനെ അറ്റൈൻ ചെയ്യാനാണ് നടക്കുന്നത്. നാശമില്ലാത്തതിനെയാണ് പൂജിക്കേണ്ടത്. വേൾഡ് റിലീജിയസ് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ സന്യാസിമാർ മുഴുവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. കൈയടിക്കാൻ ഞങ്ങളുണ്ടായിരുന്നു. അഥർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് എൻ്റെ ഇൻസ്പിറേഷനായിട്ട് മാറിയത് സാറിൻ്റെ ലൈഫാണ്. ആരത് എഴുതിയത്? ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഞാൻ കേട്ടപ്പോൾ അവിടെ ഇരുന്ന് എഴുതിയെടുത്തത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഈ ബാലനാണ് പിന്നീട് മലയാളത്തിൻ്റെ മുഴുവൻ കാവ്യ ഇതിനെ മാറ്റിമറിച്ച് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. മഹാരാജസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ അയ്യപ്പ പണിക്കർ, കടമ്മനിട്ട സുകുമാരി ടീച്ചറിൻ്റെ കവിതകൾ, അതെല്ലാം നിറഞ്ഞിരുന്നിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അവനവൻ കടമ്പ വരുന്നു. ഇത് കഴിഞ്ഞാൽ കടമ്മനിട്ടയുടെ കവിതകൾ, പ്രത്യേകിച്ച് കോളേജുകളിൽ പാടി നടക്കുന്ന കവിതകൾ, നിങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ, നിങ്ങളവരുടെ നനഞ്ഞ കണ്ണുകൾ ചുഴന്നെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കേട്ടിങ്ങനെ നമ്മുടെ യൗവനെ ഇങ്ങനെ തിളച്ചു മറിയുന്ന. ഒപ്പം തന്നെ അയ്യപ്പ പണിക്കർ, നീ തന്നെ ജീവിതം സന്ധ്യയെ, നീ തന്നെ മരണവും സന്ധ്യ, നീ തന്നെ ജീവിതം, നീ തന്നെ മരണവും, നീ തന്നെ സന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കവിതയുടെയും ഇതൊക്കെ ആയിട്ട് അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഇന്ദിര എന്ന് പറഞ്ഞ് എന്നേക്കാൾ സീനിയറായിട്ടുള്ള മലയാളത്തിൽ പഠിക്കുന്ന ഇന്ദിര ഒരു 2 വരി എഴുതുന്ന, ഇങ്ങനെ കുട്ടികൾ 2 വരി ബുക്കില്ലേ, അക്ഷരം നന്നാവാൻ, ആ 2 വരി ബുക്കിൻ്റെ കുറച്ച് ഷീറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതിയെടുത്തിരിക്കുന്ന ഒരു കവിത ഇവള് എന്നത് പാടിക്കേൽപ്പിച്ചു. പുലരുവാൻ 7:30 രാവേയുള്ളൂ, പൂങ്കോഴി കൂവിക്കഴിഞ്ഞേയുള്ളൂ, കണ്ണീരുകൊണ്ട് കുളി കഴിഞ്ഞ് വെണ്ണീറുകൊണ്ട് കുറിവരച്ച് ഇടങ്കാല് വെച്ചു പടികടന്നേ. നമ്മൾ അതുവരെയും കേട്ട കവിതയിൽ നിന്ന് പിന്നീട് മുഴുവൻ നമ്മൾ സ്തംഭിച്ച് നിന്ന് കേൾക്കുകയാണ്. അമ്മയെ പിൻവിളി വിളിക്കാതെ, മുടിനാര് കൊണ്ടെൻ്റെ കഴല് കെട്ടാതെ, പടിപാതി ചാരി തിരിച്ചു പോയിക്കൊള്ളു നീ, കരൾ പാതി ചാരി തിരിച്ചു പോയിക്കൊള്ളു നീ. ഏതോ തുലാവർഷരാവിൻ്റെ മച്ചറയിൽ ഒരേകാന്ത മാത്രയിൽ ഒരാഗ്നേയ നിർവൃതി നുണഞ്ഞതിന് ശിക്ഷയായി പെങ്ങളെ അന്ന് നീ ഉള്ളിൽ തുടി കൊട്ടും തുടിപ്പും ഞരമ്പുകളിൽ ഉന്നിദ്രമാടുന്ന തീയുമായി ആറിൻ്റെ നെഞ്ചകം കീറി മറ കൊണ്ടതും. ഇതെല്ലാം ഞാൻ ഓർമ്മയെന്ന് പറയാനുണ്ടോ, എത്ര വർഷത്തിന് ശേഷം അവിടെ നിന്ന് വിടുന്നെല്ലാം. ഇങ്ങനെ ഈ കവിത കേട്ട് നമ്മളിങ്ങനെ സ്തംഭിച്ചിരുന്നു. ആരത് എഴുതിയത്? ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഞാൻ കേട്ടപ്പോൾ അവിടെ ഇരുന്ന് എഴുതിയെടുത്തത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഈ ബാലനാണ് പിന്നീട് മലയാളത്തിൻ്റെ മുഴുവൻ കാവ്യ ഇതിനെ മാറ്റിമറിച്ച് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തുമാണ്. പക്ഷേ ഇതെല്ലാം കിട്ടുന്ന നമുക്ക് മഹാരാജസിൽ നിന്ന്. ബാലൻ്റെ ഭാര്യയായ വിജയലക്ഷ്മിയും ഈ മഹാരാജസിൽ ഞങ്ങളുടെ എല്ലാം സീനിയറായിട്ട് MA പഠിച്ചിരുന്നു. ബാലനൊന്ന് BA പഠിക്കുന്നത്. ബാലൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മഹാരാജസിലെത്തുന്നത്. എന്തായാലും ഇതായിരുന്നു മഹാരാജസിൻ്റെ ഒരു ലിറ്റററി പശ്ചാത്തലം. കാരണം കേരളത്തിലുണ്ടാവുന്ന ഒരു ചലനം പോലും ഒപ്പിയെടുക്കുകയും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതെല്ലാം നമ്മളുടെ മാനസിക വളർച്ചയുടെ ഇതൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ടാവാം. ഈ ചിന്തകളെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാവാം. അല്ലാതെ നമ്മൾ വായിച്ച് വെച്ചത് മാത്രമല്ല, അത് ഇവിടെ വന്ന് എന്താ പറയണത്, സ്ഫുടം ചെയ്തെടുക്കപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം കൂടി മഹാരാജ് ചെയ്തു തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അത് എൻ്റെയൊക്കെ ഇതിൻ്റെ അകത്ത് മറ്റൊരു തരത്തിലും കൂടി സംഭവിച്ചിട്ടുണ്ട്. കാരണം അങ്ങേറ്റം അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ രാമേന്ദ്ര സാറുമായിട്ട്. അത് രാമേന്ദ്ര സാറിൻ്റെ അടുത്ത് അടുക്കാനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമേന്ദ്ര സാറ് വലിയൊരു നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ സാറ് എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫിലോസോഫിക്കൽ ഡിസ്കഷൻസും അതിൻ്റെ പേരിലുള്ള ചർച്ചകളും എല്ലാം നടക്കുമായിരുന്നു. അവിടെയെല്ലാം സാറ് ചെന്ന് അവിടെ ഉള്ള ഈ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ,
അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ചീത്ത വിളിക്കുകയും അതിന് മുഴുവൻ കൈയടിക്കാൻ നടന്നിരുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. എന്തിനാ ഇവിടെ എറണാകുളത്ത് വേൾഡ് റിലീജിയസ് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ സന്യാസിമാർ മുഴുവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും, കൈയടിക്കാൻ ഞങ്ങളുണ്ടായിരുന്നു. ഈ സാറാണ് ഒരു ദിവസം കാണാതായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അറിയുന്നത് മനോരമയിലൊരു ന്യൂസാണ്. മഹാരാഷ്ട്രയിലെ ഫിലോസഫി പ്രൊഫസറായിരുന്ന ഇന്നാള് ഗംഗയിൽ മുങ്ങി സന്യാസം സ്വീകരിച്ചു, പേരിങ്ങനെ മാറ്റി എന്നൊക്കെ പറഞ്ഞു. നമ്മൾക്ക് പിറ്റേ ദിവസം നമ്മൾ കോളേജിൽ പോകുന്നില്ല. ഇത് മുഴുവൻ കാരണം ഈ സാറിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ചീത്തയും പറഞ്ഞ് അല്ലെങ്കിൽ സാറ് ചീത്ത വിളിക്കുന്നിടത്ത് മുഴുവൻ കൈയടിച്ചും കൊണ്ടു. ഇങ്ങനെയുള്ള നമ്മൾ പിറ്റേ ദിവസം നമ്മളെന്തായി. ഇത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് സാറ് കോളേജിൽ വരുന്നത്. കോളേജിൽ ഇപ്പോൾ കാവ്യ കൊടുത്ത് വേറൊരു സാറ്. അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ ജ്വലിച്ച് നിൽക്കുന്നൊരു സാറായിരുന്നു. ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാറിയിട്ടൊരു കാവ്യൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ഇതായിട്ട് ഒരു സാറ്. അതോടുകൂടി സാറിൻ്റെ ക്ലാസ് നമ്മൾ ബഹിഷ്കരിച്ചു. കാരണം ഫേസ് ചെയ്യാൻ വയ്യ, എന്ത് പറയാനാണ്. അപ്പോൾ സാറത് മനസ്സിലാക്കിയിട്ട് പ്യൂണിൻ്റെ കയ്യിൽ ഒരു സ്ലിപ്പ് എനിക്ക് കൊടുത്തു വിട്ടു, കാണണം വരണം. അങ്ങനെ പ്രൊഫസർ കൂടിയാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും തുറന്നിരിക്കുക. സാറ് ഒരു ടിഫിൻ ബോക്സ് തുറന്നു കുറച്ച് അരിഞ്ഞ ക്യാരറ്റും വേറെ കുക്കുംബറോ കൂടി എനിക്ക് എടുത്തു തന്നു. എനിക്കത് കണ്ടിട്ട് കലി വരണുണ്ട്. പിന്നെ പ്രൊഫസർ ആയതുകൊണ്ടിട്ടൊന്നും പറയാൻ വയ്യ. സാറ് പറഞ്ഞു, നിൻ്റെ എല്ലാം മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനൊരു ദിവസം പെട്ടെന്ന് ദൈവവിശ്വാസി ആയതോ ഒന്നുമല്ല. ഇത്രയും കാലം ഇതിനെ മുഴുവൻ ചീത്ത പറഞ്ഞ് നടന്നില്ലേ. പക്ഷെ അല്ലാത്തൊരു വേറൊരു ആംഗിളുണ്ടല്ലോ. ഇത്രയും സ്പിരിച്വാലിറ്റിയുടെ ബാക്കി ഇതിൻ്റെ പേരിൽ നടന്ന കുറേ മനുഷ്യരുണ്ടല്ലോ, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ. അതിനെടുത്തിട്ടിരിക്കുന്ന യൂണിഫോം മാത്രമാണിത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ആ തീരുമാനത്തിൻ്റെ പുറകിൽ എന്തായിരുന്നു, അത് ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ സംഭവിച്ചിരുന്ന, എന്നോട് തന്നെ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഇന്ന് എന്നെ ഇതെടുത്തിടാൻ പ്രേരിപ്പിച്ചേക്കുന്നത്. അത് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വരും. അതിലേക്ക് എന്നെ എത്തിച്ച സാഹചര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് കൂടി പറഞ്ഞു തരാം. അങ്ങനെ ഇഷ്ടമില്ലാതെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കാനായിട്ടെങ്കിലും ഞാൻ ഇങ്ങനെ കാണാൻ സാറ്റർഡേ സൺഡേ പോകാൻ തുടങ്ങി. ഈ സമയത്ത് ഇങ്ങനെ വേറൊന്നുമല്ല ചെയ്തത്, ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങി. എന്നെ ഏകദേശം 1-2 വർഷം ഗീത ഓരോ ശ്ലോകം എടുത്ത്, പലപ്പോഴും ഒരു ശ്ലോകം 1-2 ആഴ്ച എടുത്ത് പഠിപ്പിച്ചു. അതുകൊണ്ടിട്ട് ഗീതാ ശ്ലോകങ്ങൾ പലതും എനിക്ക് ബൈ ഹാർട്ടാണ്. കാരണം അത് പഠിച്ചേക്കുന്നത് 1-2 ആഴ്ച കൊണ്ടിട്ടാണ്. അതിൻ്റെ എത്രയേ അർത്ഥങ്ങൾ, ഓരോ വാക്കിൻ്റെയും എത്രയേ അർത്ഥങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. എന്തിന് ഒരു വാക്ക് വെച്ചിട്ട് ഇന്ത്യൻ ഫിലോസഫി മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നു. സാർ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോഴും മറക്കാത്തൊരിതുണ്ട്. അതായത് ഹനുമാൻ്റെ അടുത്ത് ശ്രീരാമൻ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അമരത്വം, എങ്ങനെയാണ് നിങ്ങൾക്ക് അമരത്വം കിട്ടിയത്, മരണമില്ല, അതെന്തുകൊണ്ടാണെന്ന്. അതിന് ഹനുമാൻ പറഞ്ഞ ഉത്തരം, ഞാൻ അച്യുതനെ പൂജിക്കുന്നു. വിഷ്ണുവിനെ പൂജിക്കുന്നൊന്നല്ല, അച്യുതനെ പൂജിക്കുന്നു, ച്യുതിയില്ലാത്തതിനെ പൂജിക്കുന്നു. നമ്മളെല്ലാം നാശമുള്ളതിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാശമുള്ളതിൻ്റെ കൂടെയാണ്, അതിനെ അറ്റൈൻ ചെയ്യാനാണ് നടക്കുന്നത്. നാശമില്ലാത്തതിനെയാണ് പൂജിക്കേണ്ടത്. അപ്പോൾ നിനക്കും നമുക്കും നാശമില്ലാതെയായോ. സാറ് പറഞ്ഞത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയാം, ഇങ്ങനെ ഈ ഗീതയുടെ ഓരോ അർത്ഥവും ഓരോ കാര്യങ്ങളും
ഇപ്പം ഗീത മാത്രമല്ല ഏത് വിഷയത്തിനെ പറ്റിയും ഒക്കെ സാറിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനും എക്സ്പ്ലനേഷൻസും 2 വർഷത്തോളം മുഴുവനായിട്ടും ഗീത പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. എം എക്ക് പഠിക്കുമ്പോഴാണ് ശ്യാമ എന്ന് പറയുന്ന പടം വരുന്നത്. ചെമ്പരത്തിപ്പൂ ഹിറ്റാവുന്നു. പിന്നെ എനിക്ക് പലപ്പോഴും ക്ലാസ്സിൽ പോകാൻ പറ്റാണ്ടായി. അങ്ങനെ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിപ്പിച്ചു. കാരണം എനിക്ക് ശേഷം പിന്നെ എൻ്റെ കൂടെയും ഒക്കെ എൻ്റെ പല ഫ്രണ്ട്സും വരാൻ തുടങ്ങി, അവരെ ഫ്രണ്ട്സ് വരാൻ തുടങ്ങി. അങ്ങനെ ആ സാറ്റർഡേ സൺഡേ പല ക്ലാസ്സുകളും ഗീതാ ക്ലാസ്സിൻ്റെ അപ്പുറത്തേക്ക് അത് വളർന്നു. അപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വരാതായി. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പലപ്പോഴും വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സാർ വേറെ ഒന്നും പറഞ്ഞില്ല. ഗുരു ശിഷ്യ ബാധ്യതകൾ നമുക്കിടയിൽ വേണ്ട. നിൻ്റെ അഡ്രസ്സ് ഒന്ന് ഡയറിയിൽ എഴുതി വെച്ചേക്ക്. ഞാൻ നിന്നെ പഠിപ്പിച്ചു എന്നോ ഇതൊന്നും ഒരു ഇതായിട്ടും എന്നെ വിളിക്കാനോ കാണാനോ അതിനായിട്ട് നീ ഒരിക്കലും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഊഹിക്കാൻ പറ്റും നീ എന്താവും എന്ന്. സാർ ഊഹിച്ച പോലെ ഞാൻ ആയോന്ന് എനിക്കറിയില്ല. പക്ഷേ സാറ് പിന്നീട് ഇത് ഓരോന്നോരോന്നും ഉപേക്ഷിച്ച് ഓച്ചിറ അമ്പലമായിട്ട് അവിടെ പോയി എല്ലാം ഉപേക്ഷിച്ച് അവിടെ താമസിച്ചു. ഒരു ദിവസം റോഡ് ആക്സിഡൻ്റായിട്ട് മാസ്റ്റർ മരിച്ചു. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ സാറ് പറഞ്ഞിരുന്നു എന്നെ കാണാൻ നീ സ്ട്രെയിൻ ചെയ്യേണ്ട എന്നെല്ലാം. ഒരിക്കലും ഞാനും അതിന് ശ്രമിച്ചില്ല. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സും സാറിനെ കാണുമ്പോൾ സാർ അവൻ എന്ത് ചെയ്യുന്നു എന്ന് തിരക്കുമായിരുന്നു എന്ന് പലരും പറയുമായിരുന്നു. ആ സാറിൻ്റെ ലൈഫ് ഞാൻ പിന്നീട് എൻ്റെ ഡയറിയിൽ കുത്തിക്കുറിച്ചിട്ട സാറിൻ്റെ ലൈഫാണ്. അതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും അഥർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് എൻ്റെ ഇൻസ്പിറേഷനായിട്ട് മാറിയത് പ്രത്യേകിച്ച് അനന്തൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുത്താൻ അതിൻ്റെ റൂട്ട് അത് മാസ്റ്റർ എന്ന് പറയുന്ന എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ രൂപപ്പെടുത്തിയത്.